ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ഇഷ്ടവിഭവമായ മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉണക്കസ്രാവാണ്. ഇതിലെ മീൻ കഷ്ണങ്ങളെല്ലാം വലുതായതുകൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് കളയാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അരമണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക്, കറിവേപ്പില, അല്പം കാന്താരി കൂടെ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് മറ്റൊരു ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് മൂപ്പിച്ച് അതിലേക്ക് അല്പം ഉലുവ കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായി മൂത്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓരോരുത്തരുടെ ആവശ്യാനുസരണം പൊടികൾ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം വ്യത്യസ്തമായി വാളംപുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് വെള്ളത്തിൽ ചാലിച്ച് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പാൽപമായി മൊത്തം 3 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ എന്നും കഴിക്കുന്ന രുചിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം അല്പം വിനാഗിരി കൂടി ഇതിന് ചേർത്ത് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റിൽ അച്ചാർ ലഭിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു